ഗൈസ് എല്ലാവർക്കും വീട്രാക്കിന്റെ പുതിയൊരു നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ഒരു പ്രത്യേക ഒരു പാറ്റേൺ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പാറ്റേണിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നിങ്ങൾ ആ ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഏതാണെന്ന് കറക്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിന് മുന്നേ നമുക്കൊന്ന് കാണാൻ പറ്റും ലാസ്റ്റ് മാർക്കറ്റ് ഉണ്ടായത് ഓൾമോസ്റ്റ് 1.5% മാർക്കറ്റ് ഡൗൺ ആയിട്ടാണ് എൻഡ് ആയത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പിന്നെ എക്സ്ട്രീം ബിയറിഷ് ഹാൻഡിലാണ് ഇവിടെ വന്നത്. ഓക്കെ, അതിന് മുന്നേ തന്നെ മാർക്കറ്റിൽ ഏത് തരം പാറ്റേൺ ആണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് നമ്മുടെ FIs കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് 3 month ആയിട്ട് കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മാർക്കറ്റിൽ ഏത് തരം പാറ്റേൺ ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടുന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ജൂലൈ 24 മുതൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഫോം ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം എക്സ്ട്രീം അതിന്റെ ഒരു നെക്ക് ലെവലിലാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ വളരെ കൂടുതൽ ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിന്റെ അതായത് നിങ്ങൾക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് എക്സാക്ട് വരച്ച് ഞാൻ കാണിച്ചു തരാം ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നിങ്ങൾക്ക് എക്സാക്ട് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡർ എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഹെഡാണ്. ഓക്കെ, ഇത് നമ്മുടെ റൈറ്റ് ഷോൾഡർ. ഓക്കെ, നിങ്ങളിവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് നിഫ്റ്റി 50 ഇപ്പോൾ ഒരു പ്രോപ്പർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിന്റെ പ്രത്യേകത എന്താണ്, അതും ഈ ഒരു 1 day ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഒരു പാറ്റേൺ വരിക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഫുൾ ബിയറിഷിലോട്ട് പോയി എന്നല്ല. അതായത് ഞാനിപ്പോൾ ഒരു ലൈൻ വരച്ചുതരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് 23,200 പിടിക്കാം. ഓക്കെ, 23,200. ഓക്കെ, ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. നമുക്ക് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഓൾറെഡി ഇവിടുന്നാണ് ഫോം ആയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടുന്ന് തന്നെ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഫോം ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഇവിടം വരെ നമുക്ക് ടച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, കാണാൻ പറ്റും. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇനി മാർക്കറ്റിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓൾറെഡി ഒരു നെക്ക് ലൈൻ ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ നെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത്? അതായത് സാധാരണ നമുക്ക് ഇപ്പോൾ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ കാണാൻ പറ്റും. സാധാരണ നമ്മൾ ഇതുപോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡറും കാണാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിലുള്ള പാറ്റേൺ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ബിയറിഷ് ട്രെൻഡിനെ ആണ് സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ എപ്പോഴാണ് ബിയറിഷ് ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ക് ലെവൽ ഉണ്ടല്ലോ, ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ലോങ് എൻട്രി എടുക്കാം. നെക്സ്റ്റ് നിഫ്റ്റി 50 നിങ്ങൾക്ക് കാണാൻ പറ്റുക ഏത് ലെവലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നിഫ്റ്റി 50 കാണാൻ പറ്റും നെക്സ്റ്റ് 22,000 നമുക്ക് നിഫ്റ്റിനെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ആയാൽ നെക്സ്റ്റ് നിഫ്റ്റി ഉണ്ടാകുക 22,000 അതിലൊരു ഡൗട്ടോ കാര്യങ്ങളോ ഇല്ല. ഓക്കെ, കാരണം മാർക്കറ്റ് അതാണ് പറയുന്നത്. ഞാൻ മാർക്കറ്റ് എന്താണ് പറയുന്നത് അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്തായാലും ഒരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. അതായത് 23,200 നിങ്ങൾ ഒരിക്കലും ഈ ഒരു എക്സാക്ട് ഈ ഒരു പിൻ ടു പിന്നെ സപ്പോർട്ടായിട്ട് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് കുറച്ചൊരു 100 പോയിന്റ് നിങ്ങൾ ഡൗൺ ആക്കിയിട്ട് വേണം സപ്പോർട്ട് എടുക്കുക. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ട്രേഡ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ബിഗ് പ്ലെയർ എന്താ ചെയ്യുക, ഇതിന്റെ അടിയിൽ കുറെ എക്സൽ ഉണ്ടാവും. അത് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് എന്തായാലും ഈ ഒരു ലെവൽ വരെ വരും. അത് ഓൾറെഡി ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു 50 പോയിന്റ് 100 പോയിന്റ് താഴെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ സപ്പോർട്ട് ലൈനുകൾ വരയ്ക്കുമ്പോൾ നമ്മുടെ എക്സാക്ട് സപ്പോർട്ടിൽ വരയ്ക്കാണ്ട് ഒരു 50 പോയിന്റോ അല്ലെങ്കിൽ 100 പോയിന്റോ നിങ്ങൾ ഡൗൺ ആയിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ്. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. റിവേഴ്സ് ആണ് ഈ ഒരു ഇവിടെ ഒരു ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടി മേ ബി മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് 100% പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് മാർക്കറ്റിന്റെ എന്താണ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ ഡെയിലി ചാർട്ട് നോക്കുന്നതാണ്. ഡെയിലി ചാർട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് കറക്റ്റായിട്ട് കാണാം. അതായത് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ,
ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ട്രേഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ സ്ട്രാറ്റജിയിൽ ട്രേഡ് വന്നില്ല. ഇത്രയൊക്കെ ബിയറിഷ് ട്രെൻഡ് വന്നിട്ട് നമ്മുടെ സ്ട്രാറ്റജിയിൽ ട്രേഡ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കുക? ഓക്കെ, അതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് നമ്മുടെ പ്രോപ്പർ സ്ട്രാറ്റജി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുക, നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ മാത്രം ട്രേഡ് എടുക്കുക. നിങ്ങൾ എത്ര വലിയ ട്രെൻഡ് വന്നെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വർഷത്തിൽ ഒരു വട്ടമാണ് വരിക. ഓക്കെ, അത് നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ മൊത്തം നിങ്ങളുടെ സ്ട്രാറ്റജിയിലാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പം ഈ ഒരു ദിവസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മാസത്തിന് വേണ്ടി നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സ്ട്രാറ്റജീസ് നെക്സ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അവർ വരും. ഓക്കെ, ഇതൊരു കറക്ഷനോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് സപ്പോർട്ട് ഈ ഒരു ലെവലാണ് 23,200 എന്ന് പറഞ്ഞ് 23,200 എന്ന് പറഞ്ഞ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് എന്തായാലും ആക്ട് ചെയ്യാനുള്ള ചാൻസ് 100% ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ നിന്നും ബൈ ചെയ്യരുത്. മാർക്കറ്റ് ഇനി ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ PCR റേഷ്യോ 0.7 ആണ്. ഇനി മാർക്കറ്റ് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാണുന്നത് 0.3 വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും മാർക്കറ്റ് എക്സ്ട്രീം ബിയറിഷിലൂടെയാണ് പോയത്. ഓക്കെ, നമുക്കിനി കാണാൻ പറ്റും ഇവിടുന്ന് മാർക്കറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് എന്തായാലും ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസ് ഒരു 100% എനിക്ക് കൂടുതലാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഈ ഒരു പോയിന്റ് 23,200. ഈ ഒരു ലൈൻ നിങ്ങൾ ചാർട്ടിൽ ഇട്ട് വെച്ചോ, എന്തായാലും നിങ്ങൾക്ക് യൂസ് ആവും. ഓക്കെ, എന്തായാലും ഈ ഒരു ലെവലിലേക്കൊന്നും മാർക്കറ്റ് ഇത്രയും പെട്ടെന്ന് വരില്ല. കുറച്ചുകൂടി ടൈം എടുക്കും. മാർക്കറ്റ് കുറച്ചുകൂടി സ്പെൻഡ് ചെയ്ത് ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ആയി, ഇവിടുന്ന് റിവേഴ്സൽ വന്നു, ഇവിടെ നിങ്ങൾക്ക് ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡൗൺ ആവും. നമുക്ക് ടൈം ഉണ്ട്. ഇവിടെ ഈസി ആയിട്ട് ട്രേഡ് എടുക്കേണ്ട സമയം നിങ്ങൾ ഈ ഒരു ലൈൻ മാറി, അതായത് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒക്കെ നിങ്ങൾ ചാർട്ടിൽ ഇപ്പൊ തന്നെ ഇട്ട് വെച്ച് നിങ്ങൾ അനാലിസിസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്നുള്ള ട്രെൻഡ് നമുക്ക് പിടിച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനി വരാൻ പോകുന്ന സ്ട്രോങ് ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും ക്യാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ മുതൽ ഇവിടം വരെ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരു ട്രേഡ് മിസ്സായി വെച്ചിട്ട് അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങളിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ 1 hour ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഇതാണ് ഡേ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മാർക്കറ്റ് എന്താണ് എന്നൊക്കെ. എക്സ്ട്രീം, അതായത് ഒരു EMA ക്രോസ് ഓവർ ആക്കി മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന എക്സ്ട്രീം ബിയറിഷ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ 1 hourലോട്ട് പോവാം. 1 hour നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ 1 hour പോവാം. 1 hour നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 hour നമുക്ക് ഈ ഒരു പാറ്റേൺ ഞാൻ എടുത്ത് കളയാൻ വേണ്ടി പോവാണ്. ഓക്കെ, പാറ്റേൺ എടുത്ത് കളഞ്ഞു. 1 hour നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യും എന്തായാലും 100%. ഓക്കെ, മേ ബി എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പായി, ചെറിയൊരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സ്ട്രോങ് ക്യാൻഡിൽ 1 hour ഇങ്ങനെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നതുകൊണ്ട് ഒരു ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആയെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കണം, നിങ്ങൾ സെല് ചെയ്യാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണത്. കാരണം ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് അടിക്കാനുള്ള ചാൻസ് 100% കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 1 hour ചാർട്ട് എന്ന് പറയുന്നത്. 1 hour എക്സ്ട്രീം ബിയറിഷിലാണ് മാർക്കറ്റ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് നേരെ 15 minute ടൈം ഫ്രെയിമിലോട്ട് പോകാം. 15 minute നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്ട്രോങ് റിവേഴ്സൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണോ അതിനെ ഓൾമോസ്റ്റ് കവർ ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിയ ഈ ഒരു ക്യാൻഡിൽ അറിയുന്നവർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ഇത് ഏതാ ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിന് ഒരു പേരുണ്ട്, നിങ്ങൾക്ക് അറിയോ നോക്കട്ടെ. ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഏതാ ക്യാൻഡിൽ. ഓക്കെ, അപ്പം ഇതാണ് 15 minute ചാർട്ട് എന്ന് പറഞ്ഞത്. 15 minute കാണാൻ പറ്റും. ഇവിടെ ഒരു ഭയങ്കര വോളറ്റിലിറ്റി ആയിരുന്നു മാർക്കറ്റ്. ഇവിടെ ഒരുപാട് പേര് SL പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടുത്തെ മാർക്കറ്റ് നേരെ ഡൗൺ ആയി. നമുക്ക് ഇവിടെ നിന്നും സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു ഏരിയ ഒരു സോൺ ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇതിന്റെ മേലോട്ടോ ഇതിന്റെ താഴോട്ടോ മാർക്കറ്റ് ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റും എന്നൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇത് എന്റെ സ്ട്രാറ്റജി അല്ല, ഞാൻ സോണുകൾ മാർക്ക് ചെയ്ത് തന്നുള്ളൂ. ഓക്കെ, അത് അങ്ങനെയും അതായത് ബ്രേക്ക് ഔട്ടിന്റെ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇവിടുന്ന് പ്രോഫിറ്റ് എന്തായാലും മേക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓരോ സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അവരായ രീതിയിൽ മാർക്കറ്റ് വരുമ്പോൾ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കും. നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ ട്രേഡ് വരുമ്പോൾ നമ്മളും പ്രോഫിറ്റ് ഉണ്ടാക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നമുക്ക് നേരെ 15 minute ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഈ ഒരു ലെവൽ വരെ നിങ്ങൾക്ക് 23,200 വരെ നിങ്ങൾക്ക് മാർക്കറ്റിന് കിട്ടാണ്. എനിക്ക് ഇത്രയും പറയാനാണ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും ഒരു
നമുക്കിപ്പോൾ ഒരു ഇൻവെർട്ടഡ് ഹാമറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോജോ വന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷനിലോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് ഇവിടം വരെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു മാർക്കറ്റിന്റെ അനാലിസിസ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഓപ്ഷനിലെ കാര്യങ്ങളൊന്നും ഡീപ്പായിട്ട് ചെക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഓൾറെഡി എക്സ്ട്രീം ബിയറിഷിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഇമ്പോർട്ടന്റ്. ഓൾമോസ്റ്റ് 200 പോയിന്റ് 300 പോയിന്റ് ഗ്യാപ്പ് ഉണ്ട്. ഇതും കൂടെ മാർക്കറ്റ് എന്തായാലും ഫില്ല് ചെയ്തിട്ട് തിരിച്ചു പോകും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു മാർക്കറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം.